കൊഴുക്കുള്ളിയിലും മിന്നൽ ചുഴലി, നിരവധി വീടുകൾക്ക് നാശനഷ്ടം. ചുഴലിക്കാറ്റിൽ കൊഴുക്കുള്ളിയിലും വ്യാപക നാശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് വീടുകളുടെ മേൽക്കൂര പറന്ന് റോഡിലാണ്. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണു. ഈ വഴിയിൽ ആ സമയത്ത് വാഹന ഗതാഗതം ഉണ്ടായിരുന്നില്ല, അത്രയേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം, പൂച്ചട്ടിയിലെ സ്കൂളിലെ പോലെ തന്നെ വലിയ ദുരന്തം ഒഴിവായി അല്ലേ? വലിയ ദുരന്തമാണ് ഒഴിവായത്. യഥാർത്ഥത്തിൽ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ കുട്ടികൾ പൂർണ്ണമായിട്ട് അതിനുള്ളിൽ കയറിയില്ലായിരുന്നെങ്കിൽ ആ വാഹനത്തിലേക്ക് വീണ പിന്നെ ഒറ്റ മരം മാത്രം മതി വലിയൊരു ദുരന്തത്തിനിടവരുന്നത്. ഇപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത മൂർക്കനിക്കർ റോഡിൽ പണി നടക്കുന്നതുകൊണ്ട് BMBC ആയതുകൊണ്ടും എല്ലാ വാഹനങ്ങളും ഈ വഴിയാണ് കടന്നു പോകുന്നത്. ഈ പോസ്റ്റ് വീഴുന്നതിന് തൊട്ട് മുമ്പ് യഥാർത്ഥത്തിൽ ഒരു കുട്ടികളെ കയറ്റിയിട്ടുള്ള ബസ് ഇതിലൂടെ പാസ് ചെയ്തേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വലിയ ദുരന്തം. ഒട്ടേറെ പോസ്റ്റുകൾ 50-ലേറെ പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചാനൽ വെച്ചാണ് ഈ ചുഴലിക്കാറ്റ് വന്നിട്ടുള്ളത്. ആ പൂച്ചട്ടിയിൽ നിന്ന് ആരംഭിച്ച് ഈ പോർഷനിലൂടെ കടന്ന് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ ഒരു വഴിയിലൂടെ നേരെ അങ്ങോട്ട് പോവുകയാണ്. വഴിയിലുള്ള എല്ലാ മരങ്ങളും പോയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ കാണുന്ന ഇരുനില ബംഗ്ലാവിൻ്റെ മുകളിലുള്ള ഫാൻസി ഓടുകൾ പൂർണ്ണമായും വലിയ ദൂരത്തേക്ക് ഹുങ്കാര ശബ്ദത്തോട് കൂടിയിട്ടാണ്. അതെ, ഇതിന് വരുന്നതിന് തന്നെ ഒരു ശബ്ദമുണ്ടായിരുന്നു. ആളുകൾ ആകെ പേടിച്ചിട്ടുണ്ട്. കടന്നു വരുന്ന വഴി മുഴുവൻ ജനങ്ങൾ ഭീതിയിലാണ് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടായത്. ജനപ്രതിനിധികളും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമൊക്കെ അതിവേഗം പ്രവർത്തനക്ഷമമായതുകൊണ്ട് പിന്നെ തുടർന്നുള്ള ദുരന്തങ്ങൾ, ഇപ്പോൾ കറണ്ട് പൂർണ്ണമായിട്ട് ഈ പോർഷനിലെല്ലാം പോയിട്ടുണ്ട്. ഈ പ്രദേശത്തെ ആളുകളെല്ലാം വലിയ ഭീതിയിലുമാണ്. രാജൻ കുറേ വർഷങ്ങളായി ഒല്ലൂരിലെ MLA ആണ്. നമ്മൾ സമീപ വർഷങ്ങളിലൊന്നും കേൾക്കാത്ത രീതിയിൽ ഈ ചുഴലിക്കാറ്റ് നമുക്ക് തൃശ്ശൂരൊക്കെ നമ്മൾ മുമ്പൊക്കെ പല സ്ഥലത്തും കേൾക്കുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ പതിവായി വരികയാണ്. അല്ല, ഇപ്പോൾ ഒരു 3-4 വർഷക്കാലം മുമ്പ് തൊട്ടപ്പുറത്ത് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഇതുപോലൊരു ചുഴലി കടന്നുപോയി. അപ്പോൾ ഇത് ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. തൃശ്ശൂരിൻ്റെ പല മേഖലകളിലും പല പേരുകളിലുള്ള ചുഴലി പ്രകൃതിക്ഷോഭവുമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. സർക്കാർ ഇതിനെ ഒരു പ്രത്യേക ദുരന്തമായിട്ട് കാണണം. ഈ വിഷയത്തിൽ STRF മാത്രം നൽകിയ പോരാ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നഷ്ടപരിഹാരത്തിന് കൂടി നാം ഊന്നൽ കൊടുക്കേണ്ട ഒരു പ്രത്യേക ഘട്ടമുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ സമീപത്തെ നിരവധി വീടുകളുടെ മേൽക്കൂരകൾ റോഡിലേക്ക് വീണിരിക്കുന്നു. ഇനി വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുഴലിക്കാറ്റ് തുടർച്ചയായി ജില്ലയിൽ വിവിധ മേഖലകളിൽ വരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യത കൂടിയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ സിബി പോട്ടറിനോടൊപ്പം മുകേഷ് ലാൽ.